നമസ്കാരം. നമ്മുടെ രാജീവ് ചന്ദ്രശേഖർ വല്ലാത്തൊരു പെടലപ്പെട്ടത്. മൂപ്പരിങ്ങനെ കേരളത്തിൽ മുഖ്യധാരയിൽ നിന്ന് മുഖ്യമന്ത്രി ആവേണ്ട ആളാണല്ലോ. കാരണം നേരത്തെ തന്നെ മണ്ഡലം പ്രഖ്യാപിച്ചു. BJPയുടെ സംസ്ഥാന പ്രസിഡന്റാണ്. അപ്പം ശ്രീധരന് ശേഷം കേരളത്തിലെ BJPയുടെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി വരേണ്ട ആളാണ്. അപ്പം മൂപ്പര് തെരഞ്ഞെടുപ്പിന് അണിഞ്ഞൊരുങ്ങി മുന്നോട്ട് വരുമ്പോൾ ഒരു ബോംബം പൊട്ടിച്ചു. എന്താണ്? കേരളത്തിൻ്റെ ഇൻഫൻറ്റ് മോർട്ടാലിറ്റി, അതായത് ശിശു മരണനിരക്ക് എന്ന വലിയൊരു ആരോഗ്യ മേഖലയിലെ മികവിനെ എടുത്തു പറയുന്നുണ്ട് LDF. അതിനെ കൗണ്ടർ അടിക്കാൻ വേണ്ടി മൂപ്പരൊരു ഡയലോഗ് അങ്ങോട്ട് അടിച്ചു. എന്താണ്? ഇവിടെ ശിശു മരണനിരക്കിൽ നമ്മൾ മുന്നിൽ വരാൻ കാരണമുണ്ട്. എന്താ വെച്ചാൽ ഇവിടുത്തെ യുവാക്കളൊക്കെ പുറത്തേക്ക് പോകല്ലേ, അതുകൊണ്ട് എല്ലാവരും പ്രസവിക്കുന്ന അവിടെയാണ്, ഇവിടെ അല്ല, അതുകൊണ്ടാണെന്ന് പറഞ്ഞിട്ടൊരു അടി അങ്ങോട്ട് അടിച്ചു. അതാകെ കുരുക്കായിപ്പോയി. മൂപ്പരെ പരിഹസിക്കുക, ഇങ്ങനെയാണോ BJPയുടെ സംസ്ഥാന പ്രസിഡന്റിൻ്റെ ആഗോള പൗരൻ്റെ ബുദ്ധി എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ നിരന്തരം വന്നു. മൂപ്പര് ഒരുവിധം ന്യായീകരിച്ചു വരായിരുന്നു. അപ്പോഴാണ് ഒടുവിൽ വീണ്ടും ബ്രിട്ടാസാണല്ലോ ഇത് പറഞ്ഞ്, ബ്രിട്ടാസുമായിട്ടാണ് ഇതിൻ്റെ ഗുസ്തി പിടിക്കുന്നത്. ബ്രിട്ടാസ് വീണ്ടും മറുപടിയായിട്ട് വന്നിരിക്കുകയാണ്. ഈ സാഹചര്യത്തിൽ 2 വീഡിയോ കഷ്ണങ്ങൾ നിങ്ങളെ കാണിക്കാമെന്നാണ് വിചാരിച്ചത്. ഒന്ന്, താൻ പറഞ്ഞ അബദ്ധത്തെ ന്യായീകരിക്കാൻ രാജീവ് ചന്ദ്രശേഖർ പെടുന്ന പെടാപ്പാടാണ്. അത് ന്യായീകരിക്കേണ്ട കാര്യമൊന്നുമില്ല. മൂപ്പര് വടി കൊടുത്ത് അടി മേടിക്കാൻ തീരുമാനിച്ചിറങ്ങി തിരിച്ചിരിക്കുന്ന ആളാണ്. അതുകൊണ്ട് എന്തായാലും നമുക്ക് അതിൽ തടയാനൊന്നും പറ്റില്ല. അമ്മാതിരി പറച്ചിലാണ് മൂപ്പര് പറയുന്നത്. ഇതാ മൂപ്പരുടെ വാദത്തെ ന്യായീകരിക്കുന്നത് ഇങ്ങനെയാണ്. അല്ല, നോക്കൂ, ഇത് ബ്രിട്ടാസിന് മനസ്സിലാവുന്നില്ലെങ്കിൽ എനിക്കൊന്നും പറയാൻ പറ്റില്ല. ഇത് ഒരു സാമാന്യ ബുദ്ധിന്റെ ഒരു വിഷയമാണ്. ഇൻഫന്റ് മോർട്ടാലിറ്റി കമ്മിയാവുന്നു, അത് നല്ല കാര്യമാണ്. ഏറ്റവും കമ്മിയുള്ള സ്റ്റേറ്റ് കേരളമാണ്, അതും നല്ല കാര്യമാണ്. പക്ഷേ അത് പറയുമ്പോൾ അത് എന്തുകൊണ്ട് CPM ഇത് പറയുന്നില്ല? ഏറ്റവും കൂടുതൽ യൂത്ത് മൈഗ്രേഷൻ ഇവിടുന്നാണ്. ആവറേജ് ലൈഫ് സ്പാൻ, ഇവിടെ താമസിക്കുന്ന ആവറേജ് ലൈഫ് ഏജ് സ്പാൻ ഏറ്റവും കൂടുതൽ കേരളത്തിനാണ്. ആവറേജ് ഏജ് സിറ്റിസന്റെ. അതും മോർട്ടാലിറ്റി അല്ല, അതും ഇൻഫന്റ് ബർത്തിൽ കോറിലേഷൻ ഉണ്ട്. ഒരു ആവറേജ് ഏജ്, ഒരു സംസ്ഥാനത്തിന്റെ ആവറേജ് ഏജ് 60-50 എല്ലാം ആയാൽ അതിൽ ചൈൽഡ് ബർത്തിന്റെ ഡയറക്റ്റ് കോറിലേഷൻ ആണ്. ചൈൽഡ് ബർത്തും ഇൻഫന്റ് മോർട്ടാലിറ്റിയിൽ കോറിലേഷൻ ഉണ്ട്. അപ്പൊ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, അത് ബ്രിട്ടാസ് ഒരു വിദ്വാനാണെന്ന്, ബ്രിട്ടാസ് അത് അങ്ങനെ ആലോചിക്കണ്ട. ഇതില് മൊത്തം സ്റ്റാറ്റിസ്റ്റിക്സ് കൊണ്ട് കേരളത്തിന്റെ സ്റ്റോറി മുമ്പോട്ട് വെക്കുമ്പോൾ അതിന്റെ മറുവശവും പറയാൻ ധൈര്യം ഉണ്ടാവണം, കോൺഫിഡൻസ് ഉണ്ടാവണം, അതിനെക്കുറിച്ച് ചർച്ച ചെയ്യാൻ ധൈര്യം ഉണ്ടാവണം. പറഞ്ഞു കൊടുക്കാം. BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് ഇങ്ങനെ ആയി തീർന്നതാണ്, ഒന്നും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അതിൻ്റെ മേലെ ആ വാദത്തിന് മൂപ്പര് യുദ്ധത്തിന് തെരഞ്ഞെടുത്ത എതിരാളി വീണ്ടും രംഗത്ത് വന്നു. സാക്ഷാൽ ജോൺ ബ്രിട്ടാസ് മൂപ്പരക്കെതിരെ ഈ കാര്യം വിശദീകരിച്ചുകൊണ്ട് ഒന്നും കൂടി വന്നു. എൻ്റെ പൊന്നു രാജീവ് ചന്ദ്രശേഖറെ, എനിക്ക് നിങ്ങളോട് വലിയ ബഹുമാനമുള്ള ആളാണ്. നിങ്ങളൊരു സംരംഭകരാണ്, അമേരിക്കയിൽ ബിഗ് ടെക് കമ്പനികളിൽ പ്രവർത്തിച്ച ആളാണ്, കേന്ദ്രമന്ത്രിയായിരുന്നു, ഒരു മാധ്യമ സംരംഭത്തിൻ്റെ മേധാവിയാണ്. ഒരു അബദ്ധമൊക്കെ പറ്റുമെന്ന്, പക്ഷെ ഒരു അബദ്ധം പറ്റിക്കഴിഞ്ഞിട്ട് അതിനകത്ത് നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ മണ്ടത്തരങ്ങളുടെ ഘോഷയാത്ര, നിങ്ങളെ സമ്മതിച്ചു പോയി കേട്ടോ. നിങ്ങൾക്ക് എങ്ങനെ ഇത് പറ്റണോ രാജീവേ? ഞാൻ നിങ്ങൾ നടത്തിയ പോലെ പത്രസമ്മേളനങ്ങളൊക്കെ വിളിച്ചു ചേർത്ത് നിങ്ങൾക്ക് ഇതിലൊന്നും പറയാൻ ഉദ്ദേശിക്കുന്നില്ല. പക്ഷേ നിങ്ങൾ ഈ പറയുന്നത് കേട്ട് നിങ്ങളുടെ ഈ അനുയായികളെങ്ങാൻ തെറ്റിദ്ധരിച്ച് പോയാൽ അവരും മണ്ടന്മാരായി പോവുമല്ലോ. അപ്പൊ അവരെ തിരുത്തണ്ടേ? നിങ്ങൾ എന്തൊക്കെയാ പറയണം? ശിശുമരണ നിരക്കിനെ കുറിച്ച് പറഞ്ഞു, കോറിലേഷൻ, ഇൻഫന്റ് മോർട്ടാലിറ്റിയും ലൈഫ് സ്പാനും മറ്റതും മറിച്ചും കോറിലേഷൻ. എന്തൊന്നാണ് രാജീവ് ഇത്? എന്ത് കോറിലേഷൻ? അല്ല, നിങ്ങൾ പറഞ്ഞത് എന്താണ്? അതായത് കേരളത്തിൽ നിന്ന് യൂത്ത് മൈഗ്രേറ്റ് ചെയ്യുന്നതുകൊണ്ട് സ്വാഭാവികമായിട്ടും ശിശുമരണ നിരക്ക് കുറയില്ലേ? സത്യം പറഞ്ഞാൽ നിങ്ങൾക്കൊരു അബദ്ധം പറ്റിയതാ, മണ്ടത്തരം പറ്റിയത്. നിങ്ങൾക്ക് ഇൻഫന്റ് മോർട്ടാലിറ്റി എന്താണെന്ന് അറിയില്ല. നിങ്ങൾ വിചാരിക്കുന്നത് വെച്ചാൽ ഇവിടുത്തെ ഫെർട്ടിലിറ്റി റേറ്റ്, അതല്ലെങ്കിൽ ഇവിടുത്തെ ജനസംഖ്യയുടെ ഒരു കണക്കാണ്. കേരളത്തിൽ ജനസംഖ്യ കുറയുന്നതിൻ്റെ കാരണം, പോപ്പുലേഷൻ കുറയുന്നതിൻ്റെ കാരണം അതല്ലേ എന്നൊക്കെ ചോദിക്കാനായിരിക്കും നിങ്ങൾ ഉദ്ദേശിച്ചത്. പക്ഷെ മണ്ടത്തിനെ പറ്റി പോയി അങ്ങ് പറഞ്ഞാൽ പോരായിരുന്നോ? അതിന് പകരം നിങ്ങൾ വേറെ പലതും എടുത്തിട്ട് കോറിലേഷനും മറ്റതൊക്കെ പറഞ്ഞിട്ട്, ഇനി പോട്ടെ, നിങ്ങൾ പലതും പറഞ്ഞ ശരിക്കും നിങ്ങളോടൊരു കാര്യം പറയാം. നിങ്ങൾ എന്താ പറഞ്ഞ്? യൂത്ത് മൈഗ്രേഷൻ. എന്തെന്നാ കഥ? രാജീവ് ചന്ദ്രശേഖറിനെ ഒരു വാദം ഉന്നയിക്കാൻ പോലും വിടൂല എന്ന് പറഞ്ഞാൽ എന്താ ചെയ്യുക? മൂപ്പരത് പാർട്ടിയുടെ സംസ്ഥാന പ്രസിഡന്റ് അല്ലേന്ന്, ദേശീയ പാർട്ടിയുടെ, രാജ്യം ഭരിക്കുന്ന പാർട്ടിയുടെ സംസ്ഥാന പ്രസിഡന്റ് അല്ലേന്ന് ഒരു ബഹുമാനമൊക്കെ കൊടുക്കണ്ടേ? മൂപ്പര് പറയുന്നത് അങ്ങോട്ട് സമ്മതിച്ചു കൊടുക്കുക. ബ്രിട്ടാസ് എന്ത് ചെയ്യുന്നത്? നീതി ആയോഗിന്റെയും അല്ലെങ്കിൽ പാർലമെന്റിൽ വെച്ച രേഖകളുടെയും കണക്ക് പരിശോധിക്കുക. നമ്മുടെ വിദ്യാർത്ഥികളൊക്കെ പുറത്തേക്ക് പോകുന്നതിനെ കുറിച്ചാണല്ലോ നിങ്ങൾ ഈ പറയുന്നത്. അവിടെ തന്നെ ഞാൻ പിടിക്കാം. നിങ്ങൾ
കേരളത്തിന് 8ാം സ്ഥാനമേ ഉള്ളൂ. കണക്ക് നോക്ക്. ആന്ധ്രാപ്രദേശും മഹാരാഷ്ട്രയും പിന്നെ നിങ്ങളുടെ മാതൃ മോഡൽ ഏത് ഗുജറാത്ത്, അതെല്ലാം കഴിഞ്ഞ് ഡൽഹിയും കഴിഞ്ഞ് കർണാടകയും കഴിഞ്ഞ് 8ാം സ്ഥാനത്താമത്തെയാണ് കേരളം ഉള്ളത്. ഈ വിദ്യാർത്ഥികൾ മൈഗ്രേറ്റ് പോകുന്നതിനെ കുറിച്ചുള്ള കണക്കെടുക്കുകയാണെങ്കിൽ എൻ്റെ കണക്കല്ല കേട്ടാ, അത് നീതി ആയോഗിൻ്റെ കണക്കാണ്, മിനിസ്ട്രി ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സ് പാർലമെന്റ് വെച്ച കണക്കാണ്. ഇനി വേറൊരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കാൻ വേണ്ടി പറയണം. ഈ ശിശു മരണ നിരക്ക് പോലെ തന്നെ മാതൃമരണ നിരക്കുണ്ട്. ശിശുമരണ നിരക്ക് 1000 കുട്ടികൾ ജനിക്കുമ്പോൾ അവർ ഒരു വർഷത്തിനിടയിൽ എത്ര പേര് മരിക്കുന്നുള്ളതാണല്ലോ, അത് നമ്മൾ നേരത്തെ വിശദീകരിച്ച, നിങ്ങൾക്കത് ബോധ്യപ്പെട്ടില്ലെങ്കിലും. ഇനി മാതൃമരണ നിരക്കുണ്ട്. അതായത് 1 ലക്ഷം പ്രസവത്തിൽ എത്ര അമ്മമാർ മരിക്കുന്നു. അതാരാ പുറത്തിറക്കിയത് നിങ്ങൾക്കറിയാലോ, മിനിസ്ട്രി ഓഫ് ഹോം അഫയേഴ്സ് ആണ്. 2021 മുതൽ 23 വരെ കമ്പയർ ചെയ്ത കണക്ക്, 3 വർഷത്തെ കണക്ക് കഴിഞ്ഞ വർഷം സെപ്റ്റംബറിലാണ് പുറത്തിറക്കിയത്. ആ കണക്ക് ഞാൻ വായിക്കട്ടെ രാജീവ് ചന്ദ്രശേഖരൻ. ആ കണക്ക് പ്രകാരം നിങ്ങളുടെ മാതൃ സംസ്ഥാനമായ ഉത്തർപ്രദേശ് 1 ലക്ഷം പ്രസവത്തിൽ അമ്മമാർ മരിക്കുന്ന കണക്ക് നോക്കിയാൽ 141, മധ്യപ്രദേശ് 142, ഛത്തീസ്ഗഡ് 146, നിങ്ങളുടെ മറ്റൊരു സംസ്ഥാനമായിട്ടുള്ള ഒഡീഷ 153, അസ്സാം 110, കേരളത്തിലെന്നറിയോ 30. അതാ കോവിഡ് കാലത്തെ ചില മരണങ്ങൾ ഒഴിവാക്കി കഴിഞ്ഞാൽ സാധാരണഗതിയിൽ ഒരു 19-നും 30-നും ഇടയ്ക്കാണ് കേരളത്തിൻ്റെ സംഖ്യ. ഇതൊക്കെ കേരളത്തിൻ്റെ ആരോഗ്യ മേഖലയുടെ ഒരു മേന്മയല്ലേ. നമുക്ക് ഈ മൈഗ്രേഷനുള്ളൊരു പുത്രിയല്ലെന്ന് നമ്മൾ പണ്ട് കൊളംബിലേക്കും മലേഷ്യയിലേക്കും സിംഗപ്പൂരിലേക്ക് പോയില്ലേ. പക്ഷെ നിങ്ങളിത് എടുത്തു വെച്ചിട്ടെന്തോ കേരളത്തിനെന്തോ തകരാറുണ്ടെന്ന് സ്ഥാപിക്കാൻ ശ്രമിക്കുമ്പോഴാണ് ഞാൻ ഈ കണക്ക് അവതരിപ്പിക്കുന്നത്. ഞാനൊരു ദേശീയ ചാനലിന് നൽകിയ ഒരു പോഡ്കാസ്റ്റ് ആയിരുന്നല്ലോ നിങ്ങളെ പ്രകോപിപ്പിച്ചൊരു വിഷയം. എനിക്ക് നിങ്ങൾക്ക് ഒരു ഉപദേശം മാത്രമേ തരാനുള്ളൂ. ദയവ് ചെയ്ത് ഒരു മണ്ടത്തരം പറ്റിയാൽ അത് മണ്ടത്തരമാണെന്ന് പറഞ്ഞ് ഏറ്റു പറയുക. അത് ക്ലീൻ സ്ലേറ്റിൽ നമുക്ക് തുടങ്ങാം. പിന്നെ ഈ പറയുന്ന പോലെ അബദ്ധങ്ങളുടെ ഒരു ഘോഷയാത്ര നടത്തി നിങ്ങൾ സ്വയം അവകാശനാകും. നിങ്ങളൊരു പദവി അലങ്കരിക്കുന്ന ആളാണ്. എനിക്ക് നിങ്ങളോട് വലിയ ബഹുമാനമുണ്ട്. അതുകൊണ്ട് പറ്റുമെങ്കിൽ ഈ ഉപദേശം നിങ്ങൾ സ്വീകരിക്കുക. നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയാണ് ഞാൻ പറയുന്നത്. ഞാനും ഇതാണ് ആലോചിക്കുന്നത്. രാജീവ് ചന്ദ്രശേഖർ വിദേശത്തൊക്കെ ജോലി ചെയ്ത ആളാണെന്നാണ് പറയുന്നത്. ഒരു നാട്ടിൽ നിന്ന് ആൾക്കാർ പുറത്തു പോയാൽ അതുമായി ബന്ധപ്പെടുത്തിയാണോ അതത് നാട്ടിലെ മികവിനെ അളക്കുന്നത്? രാജീവ് ചന്ദ്രശേഖറിൻ്റെ തന്നെ പാർട്ടി ഭരിക്കുന്ന ദേശീയ സർക്കാർ, ആ സർക്കാരിൻ്റെ കീഴിലെ ഏജൻസികൾ തന്നെ പഠിച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലോ. ഇനിയിപ്പോൾ നാട്ടിലെ വിദ്യാഭ്യാസ മേഖലയുടെ കാര്യം പറയുമ്പം ഇത് അതുകൊണ്ടാണ്, ഇവിടെ ആരും ഇല്ലാത്തതുകൊണ്ടാണ് എന്ന് പറയുമോ? എന്തെങ്കിലും മികവ് പറയുമ്പോൾ ഉടനെ ഇത് ഇവിടെ ആരും ഇല്ലാത്തതുകൊണ്ടാണ് എന്ന് പറയുമോ? അങ്ങനെ രാജ്യത്തിൻ്റെ മികവുകളും അങ്ങനെയാണോ കണക്ക് കൂട്ടുന്നത്? ഇന്ത്യ ഭയങ്കര മുന്നേറ്റം ഉണ്ടാകുന്നു എന്ന് BJP അവകാശപ്പെടുന്ന ഘട്ടത്തിൽ ഇവിടെ നിന്ന് എല്ലാവരും പുറത്തു പോയതുകൊണ്ടാണോ അങ്ങനെ മികവിലേക്ക് വരുന്നത്? എന്തായാലും രാജീവ് ചന്ദ്രശേഖറിൻ്റെ പുതിയ ബുദ്ധിപരമായ മികവുകൾ കാണാൻ നമുക്ക് കാത്തിരിക്കാം. എൻ്റർടൈൻമെൻറ്റിന് വേറെ എവിടെയെങ്കിലും പോകേണ്ട ആവശ്യമില്ല. നന്ദി, നമസ്കാരം.